നമ്മുടെ സദ്യയിലത്തേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഭവമാണ് ഇഞ്ചിപ്പുളി. അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങളുടെ ലിസ്റ്റ് ഞാൻ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുക. ഇനി നമുക്ക് ഉണ്ടാക്കുന്ന വിധം ഞാൻ പറഞ്ഞു തരാം, എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ തുടങ്ങാം. ഞാനൊരു 250 ഗ്രാമിൻ്റെ അളവാണ് പറയാൻ പോകുന്നത്. അപ്പോൾ 250 ഗ്രാം ഇഞ്ചി ഇതുപോലെ തന്നെ തോലി കളഞ്ഞ് വെക്കുക. എന്നിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ചെറുതായിട്ട് നുറുക്കിയിട്ട്, അതായത് മീഡിയം സൈസസാക്കി നുറുക്കിയിട്ട് ചോപ്പറിൽ നന്നായിട്ട് മിൻസ് ചെയ്ത് എടുക്കാൻ പോവുകയാണ്. നിങ്ങളുടെ അടുത്ത് ചോപ്പർ ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നൈസായിട്ട് അരിയുക. അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്, വലുതാക്കി അരിഞ്ഞ് ഒന്ന് വറുത്തതിന് ശേഷം മിക്സിയിൽ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. നിങ്ങൾ എങ്ങനെയാണ് പ്രിഫർ ചെയ്യുന്നത് അതുപോലെ കഷ്ണത്തിന്റെ വലിപ്പം നിശ്ചയിക്കുക. അതിനുവേണ്ടി ഒരു ചോപ്പർ എടുക്കുക. അതിലോട്ട് ഇഞ്ചിയുടെ കഷ്ണങ്ങൾ മീഡിയം പീസസ് ആക്കി അരിഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ ഇഞ്ചി വാങ്ങിക്കുമ്പോൾ കുറച്ച് ഇല ഇഞ്ചി വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നാരുകൾ കുറവുള്ള ഇഞ്ചിയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അരിയാണെങ്കിൽ തന്നെ കുറച്ച് നന്നായിട്ട് അരിയാൻ പറ്റും. ഒന്ന് മിൻസ്ഡ് ഇഞ്ചി നമുക്ക് കിട്ടും. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ചോപ്പർ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയ കഷ്ണങ്ങളാക്കി നുറുക്കി വറുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താലും മതിയാവും. അപ്പോൾ നമ്മുടെ 250 ഗ്രാം ഞാൻ കംപ്ലീറ്റ് ഇതേപോലെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ ഒരുപാട് തോന്നും, പക്ഷേ നമ്മളത് വറുത്ത് കഴിയുമ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ സംഭവം. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പിട്ടതിന് ശേഷം കുറച്ചധികം ആയിക്കോട്ടെ, എന്നിട്ട് സാധാരണ വെള്ളം, കുടിക്കുന്ന വെള്ളമല്ല, നമ്മൾ ടാപ്പിലത്തെ വാട്ടർ ഒന്ന് ഒഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്ത് വെക്കുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് 2-3 പ്രാവശ്യം ഒരു 10 മിനിറ്റ് വെച്ചിട്ട് നന്നായി കൈകൊണ്ട് തിരുമ്മി കഴുകി കളയണം. വീണ്ടും ഉപ്പിടുക, നന്നായി കഴുകുക, കളയുക. അതായത് 2-3 പ്രാവശ്യം ചെയ്യണം. എന്നിട്ട് എപ്പോഴും നമ്മൾ ഹോള് ചെറിയ അരിപ്പിയായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ അരിക്കുമ്പോൾ കുറേ നമ്മൾ പുറത്തേക്ക് പോകും. എന്തിനാണ് ഞാൻ ഇതിങ്ങനെ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചിക്ക് നല്ല പശയുണ്ട്. അതെനിക്ക് അറിയില്ലായിരുന്നു. അമ്മയൊക്കെ പറഞ്ഞു തരുമ്പോൾ എനിക്ക് അതിൻ്റെ കാര്യം മനസ്സിലായിരുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ദുബായിൽ വന്നിട്ട് ഇഞ്ചിമ്പുളി ഉണ്ടാക്കിയപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഞാനത് ഈ ഭാഗം ഞാൻ ചെയ്തില്ല, വെറുതെ ഇരട്ടിപ്പണിയാവുമല്ലോ എന്ന് വെച്ചിട്ട്. എന്നിട്ട് ഞാനിത് വറുക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാ ഇഞ്ചിയുടെ പീസസ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാൻ തുടങ്ങി. അപ്പോൾ അത് പശ ഉള്ളത് കൊണ്ടാണ് നമുക്കത് ഉണ്ടയായിട്ട് മാറിപ്പോകും. നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇഞ്ചിയുടെ കഷ്ണങ്ങൾ കിട്ടില്ല. അതുകൊണ്ടാണ് അമ്മ പറഞ്ഞത് ഉപ്പിട്ടിട്ട് നന്നായി കഴുകി ഇതിൻ്റെ പശ കളയാൻ പറയുന്നത്. അപ്പോൾ അത് ശരിക്കും ചെയ്തില്ലെങ്കിൽ ഇഞ്ചി ശരിക്കും ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല. അത് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് നമ്മൾ ഇഞ്ചിമ്പുളി ഉണ്ടാക്കുമ്പോൾ. ഇതിന്റെ വെള്ളം വാലാൻ വേണ്ടി ഞാനൊരു സ്ട്രെയിനറിൽ വെച്ചിട്ടുണ്ട്. നന്നായി ഇതിന്റെ വെള്ളം പോയതിന് ശേഷം മാത്രമേ നമുക്ക് വറുത്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 1/2 മണിക്കൂറെങ്കിലും ഇത് വാലാനിരിക്കട്ടെ. ആ സമയം കൂടെ നമുക്ക് എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു 3 വലിയ പിടി പുളി ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാം. പുളിയുടെ അളവെന്ന് പറയുന്നത് ഓരോ പുളിക്കും അതിന്റെ ടേസ്റ്റിൽ കുറച്ചും കൂടെ വ്യത്യാസം വരും. അപ്പോൾ നിങ്ങളുടെ പുളി എങ്ങനെയാണ് അതിനനുസരിച്ച് വേണം പുളി ചേർക്കേണ്ടത്. ഇപ്പൊ ഞാനൊരു 3 ഉണ്ട പുളിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിലോട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു 1/2 മണിക്കൂർ അങ്ങ് സോക്ക് ചെയ്ത് ഇട്ടേക്കാം. അപ്പോൾ അതിൻ്റെ എല്ലാ പുളിയും ഈ വെള്ളത്തിലോട്ട് ഇറങ്ങി കുറെ കഴിഞ്ഞിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. അത് അരിപ്പയിൽ അരിച്ച് സ്ട്രെയിൻ ചെയ്ത് എടുക്കണം. പുളി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്തു, ആ പുളി നന്നായി കൈ കൊണ്ട് പിഴിഞ്ഞ് സ്ട്രെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ആ വെള്ളമാണിത്, പുളിവെള്ളമാണിത്. ഞാനിത് അരിച്ചെടുത്ത വെള്ളമാണ്. കാരണം പുളിയുടെ ഉള്ളിലേക്ക് കുറച്ച് മണ്ണൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് അരിച്ചെടുക്കണം നമ്മൾ. എന്നിട്ട് ആ വെള്ളം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പുളിയുടെ ഇത് പറഞ്ഞിട്ട് പറയുന്നത്, അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം കുക്കറിലോട്ട് ഒഴിക്കുക. പുളിവെള്ളത്തിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ, അത് എരിവനുസരിച്ച് മാറ്റം വരും, 1 ടീസ്പൂൺ ഫുള്ളായിട്ടുള്ളത് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആദ്യം കുറച്ചിട്ടാൽ മതി, പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കുക ആവശ്യമനുസരിച്ച്. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ എളുപ്പപ്പണിയാണ് ഈ കുക്കറിന്റെ കാര്യം പറയുന്നത്. അല്ലെങ്കിൽ ഈ സെയിം സംഭവം തന്നെ ഈ പുളിവെള്ളത്തിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ കലച്ചട്ടിയിൽ മീഡിയം തീയിലിട്ടിട്ട് വേവിച്ചെടുത്താലും മതി. ഇത് അടച്ചിട്ട് മീഡിയം തീയിൽ കിടന്നിട്ട് ഒരു 10-20 മിനിറ്റ് നന്നായി വെവണം. മീഡിയം തീയാണ്, മീഡിയത്തിനേക്കാളും കുറച്ചും കൂടെ കുറഞ്ഞോട്ടെ. കാരണം ഇത് ചിലപ്പോൾ തൂറ്റി പുറത്തോട്ട് വീഴും. അതുകൊണ്ട് പക്ഷേ ഇതിൽ കിടന്ന് നന്നായി വെന്ത് ഈ പുളിയുടെ ഒക്കെ പച്ചമണം, ഒരു പച്ചച്ചോവ ഉണ്ടാവും പുളിക്ക്, അത് നന്നായി മാറി കിട്ടണം. അതാണ് നമ്മൾ പുളി വേവിക്കണം നന്നായിട്ട്. പുളി വേവിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഇഞ്ചിമ്പുളിക്ക് പുളിയുടെ ചൊവ മുന്നിട്ട് നിൽക്കും, അത് പാടില്ല. അതുകൊണ്ട് നമുക്കിനി ഇതിനെ വേവിച്ചെടുക്കണം. ഇതിൽ വരുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീയൊന്ന് കുറച്ചിട്ടാൽ മതി. അപ്പോൾ അതിൽ കിടന്ന് പ്രഷറിൽ കിടന്നിട്ട് നന്നായി വെന്തൊരു 10-20 മിനിറ്റ് കിടന്നോട്ടെ. അത് ആ സമയം കൊണ്ട് ഞാനൊരു 3 കട്ട ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കി ഇവിടെ അരിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് പിന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുളി കുക്കറിൽ വേവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇഞ്ചി നമുക്ക് പതുക്കെ വറുത്തെടുക്കാം.
അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ എണ്ണ ചൂടാവുമ്പോൾ മാത്രം ഇഞ്ചി ഇടാൻ പാടുള്ളൂ. എല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചിയിലോട്ട് എണ്ണ ഭയങ്കരമായിട്ട് പിടിക്കും. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം അതിലോട്ട് നമ്മൾ അരിപ്പേര് വാലാൻ വെച്ചിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുക്കുക. പിന്നെ ഇനി ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട, എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നന്നായി ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് വരുന്നത് വരെ വറുത്തെടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ വേറൊരു സൂത്രം, ഈ ഇഞ്ചിയുടെ വെള്ളം കഴുകുന്ന കാര്യം. അപ്പോൾ നമുക്ക് ഈ വെള്ളം വേസ്റ്റ് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. നമ്മൾ വെറുതെ ഇഞ്ചിയുടെ ചാറ് കളയണ്ടല്ലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഇഞ്ചി നല്ല വെള്ളത്തിലോട്ട് ഇടുക. ഒരു വലിയ ബേസിനിൽ ഒരു 5-6 ഗ്ലാസ് വെള്ളം എടുക്കുക. അതിലോട്ട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചോപ്പറിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി അതിലോട്ട് ഇട്ട് നന്നായിട്ട് ഒരു 10 മിനിറ്റ് കിടക്കട്ടെ. എന്നിട്ട് അത് അരിച്ചെടുക്കുക. ആ വെള്ളം കളയണ്ട. ബാക്കി വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നന്നായിട്ട് 2-3 പ്രാവശ്യമായിട്ട് അത് കഴുകുക. ഞാൻ പറഞ്ഞ പോലെ പശയുണ്ട്, അത് ഒട്ടിക്കും അല്ലെങ്കിൽ. അപ്പോൾ അത് നന്നായി കഴുകി വാലാൻ വെക്കുക. അപ്പൊ ആ മറ്റേ വെള്ളം നമ്മൾ കളയണ്ട. ഒന്നില്ലെങ്കിൽ ഇഞ്ചി ചായ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ അത് കുറച്ച് കൺസിസ്റ്റൻസി ആവുന്ന വരെ വറ്റിക്കേണ്ട. അതിലോട്ട് ചൂടാറിയതിന് ശേഷം കുറച്ച് തേനും കൂടെ ഒഴിച്ച് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അത് എന്താ പറയുക, തൊണ്ടയ്ക്കൊക്കെ നല്ല സുഖം ഉണ്ടാവും. അത് കഴിച്ചു കഴിഞ്ഞാൽ ചുമയൊക്കെ വരുമ്പോൾ കുറച്ച് എടുത്ത് കഴിക്കാം. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഒരു എന്താ പറയുക, ചുമയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മരുന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അത് ഇത് ചെയ്യുന്നതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞ കേട്ടോ, കളയണ്ട എന്നുള്ളത് കൊണ്ട്. അല്ലെങ്കിൽ ആ വെള്ളത്തിൽ കുറച്ച് ചായപ്പൊടിയോ കാപ്പിപ്പൊടിയോ കുറച്ച് ശർക്കര അല്ലാന്നുണ്ടെങ്കിൽ ചക്കരയില്ലേ, ചക്കര പനഞ്ചക്കര അതിട്ടിട്ട് നമുക്ക് ഇഞ്ചി ചായ ആയിട്ടും കുടിക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുക. അതൊന്നും ഇല്ലെങ്കിൽ വേണ്ടാന്നുണ്ടെങ്കിൽ കളയണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഉപ്പിട്ടിട്ട് കഴുകി അങ്ങ് കളയുക. അല്ലാതെ ഇപ്പോൾ ഞാൻ എല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇതിപ്പോൾ ഞാൻ ഇട്ട സമയം കൊണ്ട് തന്നെ ഇതിങ്ങനെ ഉണ്ടിയായിട്ട് ഇങ്ങനെ ഇതിപ്പോൾ തനിയെ കിടക്കുന്നില്ലേ ഇഞ്ചി. അല്ലാന്നുണ്ടെങ്കിൽ അത് ഇഞ്ചി ഇങ്ങനെ ഒരുമിച്ച് അങ്ങ് കട്ട പിടിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് കഴുകി എടുക്കണം എന്ന് പറയാൻ കാരണം. ഇതിപ്പോൾ ഇത് ഒന്ന് ഫ്രൈ ആവട്ടെ കേട്ടോ, അതിന് ഇച്ചിരി സമയം പിടിക്കും. നമ്മുടെ ഇഞ്ചി ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് കൈ കൊണ്ട് പിടിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ആ ഒരു കിളിയില സൗണ്ട് പോലെ കേൾക്കും. ഇതിപ്പോൾ ചൂടാറി കഴിഞ്ഞാലാണ് കറക്റ്റായിട്ട് ആ സൗണ്ട് കേൾക്കുക. അപ്പോൾ നമുക്കിനി ഇത് സ്ട്രെയിനറിലോട്ട് മാറ്റണം, അരിച്ചെടുക്കണം. അതിൻ്റെ എണ്ണ മുഴുവനും കളയണം. ആ എണ്ണ കളയരുത്. ആ എണ്ണയിൽ വേണം നമുക്ക് കടുകൊക്കെ കാച്ചി ഒഴിക്കാൻ. അപ്പോൾ ഇത്രയായി നമ്മൾ ഇട്ടപ്പോൾ എന്തോരം ഉണ്ടായിരുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇത് ഈ ഒരു കളറാണ് വേണ്ടത് കേട്ടോ. ഇതിപ്പോൾ ക്യാമറയിൽ കളർ അത്ര ശരിയായിട്ട് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. നന്നായിട്ട് മൂക്കണം, ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകരുത്. അതേസമയം നന്നായി മൂക്കാൻ വേണം. നമ്മൾ നാളികേരൊക്കെ റോസ്റ്റ് ചെയ്യില്ലേ, അത് ആ പരുവത്തിൽ. അപ്പോൾ ഇത് ഞാൻ ഒന്ന് അരിച്ചെടുത്തിട്ട് കാണിച്ചു തരാം. ഇതാ അപ്പം നമ്മുടെ ഇഞ്ചി ഞാൻ അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ എണ്ണയൊക്കെ കളഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ ഇതിൻ്റെ പകുതി പോർഷൻ ഒന്ന് മിക്സിയിലിട്ട് നന്നായി പൊടിയൊക്കെ അടിച്ചെടുക്കും. കാരണം എല്ലാം കൂടി കഴിഞ്ഞിട്ട് വായിൽ പോയി കഴിഞ്ഞാൽ ഇഞ്ചി ഇങ്ങനെ ഒരുപാട് അങ്ങ് കടിക്കും. അപ്പോൾ ഇത്ര പോർഷൻ മാത്രം നമുക്കൊന്ന് അതിൽ പൊന്തി കാണുള്ളൂ. ബാക്കിയൊക്കെ അതിൽ നന്നായി നൈസായിട്ട് യോജിച്ചോളും. അപ്പോൾ ഞാനിതിൽ പകുതി പൊടിക്കുന്നു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മുഴുവൻ പൊടിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ മുഴുവനും ഒന്നും പൊടിക്കേണ്ട, ഇതുപോലെ തന്നെയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ പൊടിക്കാണ്ട് തന്നെ നമുക്ക് ഇതങ്ങ് യൂസ് ചെയ്തേക്കാം. അപ്പോൾ എൻ്റെ രീതിയിലാണെങ്കിൽ ഞാനിത് പകുതി അങ്ങ് പൊടിക്കും, പകുതി ഇതിൽ ഇടുകയും ചെയ്യും. അപ്പോൾ ഒരു എന്താ പറയുക, ഒരുപാട് അങ്ങ് വായിൽ കടിക്കാൻ കിട്ടില്ല എന്നർത്ഥം. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം പകുതി പൊടിച്ചെടുക്കണം. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഇഞ്ചി പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കലച്ചട്ടി എടുക്കുക. കലച്ചട്ടി എടുത്തിട്ട് ചൂടാക്കുക. കലച്ചട്ടി ചൂടാകുമ്പോൾ നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണ ഇല്ലേ, നമ്മൾ ഇഞ്ചി വഴറ്റിയ വെളിച്ചെണ്ണ, അതങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അത് കളയേണ്ടത് നല്ല വെളിച്ചെണ്ണയാണല്ലോ. അതൊന്ന് ചൂടാവട്ടെ കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായി ഇരുന്നോട്ടെ. ഒരു വലിയ ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. വറ്റൽമുളക് ഒരു 5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. ഞാൻ ചെറിയുള്ളി വലിയ ചെറിയുള്ളി അതുകൊണ്ട് ഞാൻ 5 ചെറിയുള്ളി വളരെ ചെറുതായിട്ട് അരിഞ്ഞതാണത്. ഞാൻ അതിലോട്ട് പച്ചമുളകിന് എരിവനുസരിച്ചിട്ട് ഞാനൊരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അധികം എരിവൊന്നും പച്ചമണം മാറുന്നവരെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. പ്രത്യേകിച്ചും ചെറിയുള്ളിയുടെയും പച്ചമുളകിൻ്റെയും പച്ചമണം മാറണം, അല്ലെങ്കിൽ നമ്മൾ ഇഞ്ചിമുടി പെട്ടെന്ന് കേടായി പോകും. ഉള്ളിയൊക്കെ മൂത്ത് വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പുളിവെള്ളം, ഞാനിപ്പോൾ കുക്കറിൽ 20 മിനിറ്റ് വേവിച്ചിട്ട് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് തുറന്നു. ഇപ്പം അത് നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം. അതിലേക്ക് കുറച്ചും കൂടെ ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം കുറച്ച് നേരം നമുക്കിത് കിടന്ന് വെക്കണം. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കരയുടെ വെള്ളമില്ലേ, അത് ഒഴിച്ചു കൊടുക്കുക. പകുതി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നോക്കുക മധുരം. അത് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാടും മധുരമായി കഴിഞ്ഞാലും കൊള്ളില്ല. പിന്നെ അതുപോലെ തന്നെ ശർക്കര കൂടുതലായി കഴിഞ്ഞാൽ ശർക്കരയുടെ ഒരു കുത്ത് വരും. അപ്പോൾ കുറച്ച് ശർക്കര കുറച്ചിട്ടിട്ട് പഞ്ചസാര ഇട്ടാലും മതിയാവും. ഇതിന് നമ്മൾ ഇഞ്ചിൻ പൊടി അല്ലെങ്കിൽ പുളിയിഞ്ചി എന്ന് പറയും.
ഇഞ്ചിക്കറി വേറെ ഉണ്ട്, അതിൽ നമ്മൾ പഞ്ചസാര ഇടില്ല. അത് എരിവുള്ള ഒരു കറിയാണ് ഇഞ്ചിക്കറി. തൃശ്ശൂർ സൈഡിലൊന്നും ഇഞ്ചിക്കറി ഇല്ലയെന്ന് എൻ്റെ അറിവ്. എൻ്റെ വീട്ടിലെന്തായാലും ഉണ്ടാക്കാറില്ല, ഈ ഇഞ്ചിപ്പുളി മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ ഇഞ്ചി പകുതി പൊടിച്ചതും പകുതി വറുത്തതായിട്ടുള്ള ഇഞ്ചിയുടേത് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നല്ല നാടൻ ഇഞ്ചി ആണെങ്കിൽ ഇപ്പോൾ 250 ഗ്രാം എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ അളവിന് ഒരു 150 ഗ്രാമൊക്കെ എടുത്താൽ മതി. കാരണം അതിന് നല്ല മണമാണ് നാടൻ ഇഞ്ചി ആകുമ്പോൾ. ഇതങ്ങോട്ട് ഇട്ട് കൊടുത്തു, മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ കിടന്നിട്ട് നന്നായി കുറുകണം. മീഡിയം തീയിലിട്ട് കൊടുത്താൽ മതി. ഇനി ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശർക്കരയുടെ അളവ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ മധുരത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ അതിന് എനിക്കൊരു ചീത്തപ്പേരുണ്ട്, എല്ലാത്തിലും പഞ്ചസാര ഇടുന്നു മധുരം ഇടുന്നു എന്ന് പറഞ്ഞിട്ട്. ഇനി എനിക്ക് പേര് കേൾക്കാൻ ആഗ്രഹം തീരെയില്ല. അപ്പോൾ ഇത് കിടന്ന് കുറുകട്ടെ കേട്ടോ. അത്രേ ഉള്ളൂ നമ്മുടെ ഇഞ്ചിക്കറി ഉണ്ടാക്കുന്ന പരിപാടി. നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ തിളച്ച് നല്ല കൺസിസ്റ്റൻസി വരട്ടെ കേട്ടോ. ഹൈ ഫ്ലെയിമിലിടുമ്പോൾ അത് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തെറിക്കും ഭയങ്കരമായിട്ട്. അപ്പോൾ ഞാൻ ഒന്ന് ഓഫ് ചെയ്തിട്ടതാണിത്. ഇപ്പോൾ ഇതേ കൺസിസ്റ്റൻസി കണ്ട, ഇങ്ങനത്തെ കൺസിസ്റ്റൻസിയാണ്. ഒരു 5 മിനിറ്റും കൂടെ ഇതൊന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് പരിവാവും. അല്ലെങ്കിൽ തണുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് കട്ടയാവും. അപ്പോൾ ഇതിൻ്റെ മധുരമൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ എല്ലാം ഞാൻ കുറച്ചൊരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട്. ഓരോ സ്ഥലത്തും കിട്ടുന്ന ശർക്കരയുടെ മധുരത്തിലും വ്യത്യാസം ഉണ്ടാവും, ടേസ്റ്റിലും വ്യത്യാസം ഉണ്ടാവും. പറഞ്ഞ പോലെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് മധുരത്തിൻ്റെയും എരിവിൻ്റെയും പുളിയുടെയും ഒക്കെ അളവിൽ വ്യത്യാസം വരുത്താം. എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് മാത്രം ഞാൻ പറഞ്ഞാൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അല്ലെങ്കിൽ പുളിയിഞ്ചി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെ ഇപ്പോൾ നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് ഇപ്പോൾ ഇതിൽ എരിവ് കുറവാണ് അല്ലെന്നുണ്ടെങ്കിൽ പുളി കുറവാണ് ഒക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പച്ചമുളക് വേറെ ഒരു പാത്രത്തിലൊന്ന് പച്ചമണം മാറിയുന്ന വരെ സോട്ട് ചെയ്തിട്ട് അത് ഇതിലോട്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എരിവ് കൂട്ടി കൊടുക്കാം. അതുപോലെ തന്നെ പുളി ഉണ്ടെങ്കിൽ കുറച്ച് പുളിയും കൂടെ എടുത്ത് പിഴിഞ്ഞിട്ട് അതൊന്ന് തിളപ്പിച്ചിട്ട് അതിന് പച്ചമണം മാറിയിട്ട് ഇതിലോട്ട് ഒഴിച്ചാൽ മതി. അപ്പോൾ പുളിയും റെഡിയായും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇതിൽ കുറവ് തോന്നുകയാണെങ്കിൽ അതിൻ്റെ ഇത് ബേജാറാവേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ കുറവുകൾ നമുക്ക് നികത്താൻ പറ്റും. അപ്പോൾ ഉപ്പ് മാത്രം നമുക്ക് നികത്താൻ പറ്റില്ല. അതുകൊണ്ട് ഉപ്പ് ഇടുമ്പോൾ നമ്മൾ സൂക്ഷിച്ചിടുക. ഇപ്പോൾ മധുരമാണെങ്കിലും എന്താണെങ്കിലും കുറച്ചിടുക. അതിന് ശേഷം നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ആവശ്യത്തിന് പിന്നെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇഞ്ചിപ്പുളിയൊക്കെ 2 ദിവസം ഇരുന്ന് കഴിഞ്ഞാലാണ് കറക്റ്റായിട്ട് ടേസ്റ്റ് കൂടുക. അപ്പോൾ ഇതൊരു 5 മിനിറ്റും കൂടെ തിളച്ചിട്ട് നമ്മൾ ഓഫ് ചെയ്തിടാം. ഇത് മീഡിയത്തിൽ തിളപ്പിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഈ പൊന്തി മുകളിലോട്ട് പുറത്തെറിക്കും. അതുകൊണ്ട് കുഴിയുള്ള പാത്രത്തിലാണ് നമ്മളെപ്പോഴും ഇഞ്ചിപ്പുളി ഉണ്ടാക്കാൻ. ഇത് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കൺസിസ്റ്റൻസി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സ്വാദിഷ്ടമായ നമ്മുടെ സദ്യയിലെ പ്രധാന ഘടകമായ ഇഞ്ചിപ്പുളിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.